നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനമാണിത്. ബജറ്റ് പാസാക്കുകയാണ് സഭയുടെ പ്രധാന അജണ്ട. വിപണി ഇടപെടലിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ലെന്ന് മന്ത്രി GR അനിൽ. നെൽകർഷകർക്ക് ലഭിക്കേണ്ട താങ്ങുവില കേന്ദ്രം തടഞ്ഞുവെച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടികൾ കാരണം അർഹരായവർക്ക് റേഷൻ ലഭിക്കുന്നില്ലെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. നെല്ലുൽപാദകരായ കർഷകർക്ക് താങ്ങുവില MSP ഇനത്തിൽ നൽകേണ്ട 1079.51 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നടപടികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉണ്ട്. എന്നാൽ സംസ്ഥാനത്തെ ജനങ്ങളെ ഇത് ബാധിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടുവരുന്നു. NFSA നിയമപ്രകാരമുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് പുറമെ മുൻഗണനേതര വിഭാഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കി വരുന്നു. ഇതിന് വേണ്ടിവരുന്ന സംഭരണ ഗതാഗത ചെലവുകൾ ഉൾപ്പെടെ എല്ലാ അനുബന്ധ ചെലവുകളും പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിച്ചു വരുന്നു. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, എന്തൊക്കെയാണ് സഭയിലെ ഇന്നത്തെ നടപടിക്രമങ്ങൾ? ചോദ്യോത്തരവേളയിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഉയർന്നു വന്നത്? ഷമ്മി, അല്പസമയം മുമ്പാണ് ചോദ്യോത്തരവേള അവസാനിപ്പിച്ചത്. എന്തായാലും ആദ്യത്തെ ചോദ്യങ്ങൾക്ക് തന്നെ GR അനിൽ ആണ് മറുപടി നൽകിയത്. ഇതിൽ വ്യക്തമാക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ ചില നിലപാടുകൾ മൂലം പൊതുവിതരണ മേഖലയിൽ പൂർണ്ണമായും ഉള്ള ഇടപെടൽ വിലക്കയറ്റം ഉൾപ്പെടെ പിടിച്ചു നിർത്താനുള്ള ഒരു നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതിന് തിരിച്ചടിയാകുന്നു എന്ന കാര്യമാണ്. ഇതിൽ മണ്ണെണ്ണ വിഹിതവും അതുപോലെ തന്നെ റേഷൻ വിഹിതവും ഒക്കെ കേന്ദ്ര സർക്കാർ നിരന്തരമായി വെട്ടിക്കുറക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി അത് പർവ്വതീകരിച്ച വാർത്ത നൽകുന്നതാണ്. അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 70% സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും 2 മാസത്തേക്ക് കൂടിയുള്ള ആ സാധനങ്ങൾ സ്റ്റോക്കായി നിലവിലുണ്ട്. ഇതൊന്നും കാണാതെയാണ് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത നൽകുന്നതെന്ന കാര്യവും മന്ത്രി GR അനിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ചില മറുപടികൾ കാണാൻ കഴിഞ്ഞു. വിജിൻ, അത് എന്ത് വിഷയങ്ങളെ സംബന്ധിച്ചായിരുന്നു? സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കർശനമായ നടപടികളാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും സ്വീകരിച്ചത് എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. അമ്മയുടെ ആവശ്യപ്രകാരം എത്രയും പെട്ടെന്ന് തന്നെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ വന്ന് കണ്ട് പരാതി നൽകിയതിനെ തുടർന്ന് ആ പരാതി വായിച്ചു നോക്കി അതിന്റെ ഏറ്റവും അവസാനത്തെ ആവശ്യം എന്ന് പറയുന്നത് CBI അന്വേഷണമാണെന്നു. അപ്പോൾ തന്നെ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ കേസ് കൈമാറുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചില പോലീസുകാർക്ക് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കുന്ന നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത്. ഒപ്പം തന്നെ ഈ റാഗിംഗ് നടന്നു എന്ന പരാതിയിൽ അതിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ റാഗിംഗ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും 12 വിദ്യാർത്ഥികളെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുകയും 20ഓളം വിദ്യാർത്ഥികളെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവരുടെ പേരിൽ ഈ അമ്മയുടെ ആവശ്യപ്രകാരം CBI അന്വേഷണം നടത്തിയത്. എന്തായാലും ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള കർശനമായ നടപടി സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഷമ്മി, വിജിനാണ് ചോദ്യോത്തരവേള സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നൽകിയത്.